ഓം നമോ നാരായണായ. ശ്രീപാദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീപാദത്തിലൂടെ ഗുരുവായൂർ കേശവൻ്റെയും അച്യുതൻ നായരുടെയും ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ശീവേലി എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി വടക്കേ നടയിൽ കേശവനെ കൊണ്ടുവന്ന് നിർത്തി. അന്ന് അവിടെ കൗണ്ടർ ഉണ്ടായിരുന്നില്ല, ഊട്ടുപുരയായിരുന്നു. കേശവനെ അമ്പലത്തിൽ കൊണ്ടുവന്നാൽ സാധാരണ മേച്ചങ്ങല വാരിയിട്ട് നിർത്തുകയാണ് പതിവ്, തളച്ചിടാറില്ല. അങ്ങനെ അച്യുതൻ നായർ അല്പം പുറത്തു നിന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അച്യുതൻ നായർ ആനയുടെ അടുത്ത് ഒരു തോർത്തുമുണ്ട് വിരിച്ച് അതിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അന്നത്തെ ക്ഷേത്ര മാനേജറായിരുന്ന ഉണ്ണിരാജ നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചിലർ മാനേജർ എടുത്ത് പറഞ്ഞു, അച്യുതൻ നായർ കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്, എഴുന്നള്ളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ആനയെ എഴുന്നള്ളിക്കാതിരിക്കാൻ തക്ക ബോധക്കേടൊന്നും ആനക്കാരനും ഉണ്ടായിരുന്നില്ല. മാനേജർ വന്ന് നോക്കിയപ്പോൾ നായർ മദ്യപിച്ച് കിടക്കുകയാണെന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഉടനെ 2 കാവൽക്കാരോട്, കൂടെയുള്ള ആനക്കാരോട് അച്യുതൻ നായരോട് ചേർന്ന് നിന്നിരുന്ന ആനയെ മാറ്റി നിർത്തുവാൻ പറഞ്ഞു. അടുത്ത ദിവസം മുതൽ അച്യുതൻ നായരെ സസ്പെൻഡ് ചെയ്യുവാനും മാനേജർ തീരുമാനിച്ചു. പക്ഷേ മാറ്റി നിർത്തിയ കേശവനാകട്ടെ അച്യുതൻ നായരുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ വീണ്ടും നായരുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ആനക്കാരനെ മാറ്റുവാൻ സാധിച്ചില്ല. ഈ ലഹള കേട്ടു പെട്ടെന്ന് അങ്ങ് അച്യുതൻ നായർ ഞെട്ടി ഉണരുകയാണ്. അങ്ങനെ ഉണർന്ന നായർ അറിയാണ് തന്നെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ വാർത്ത കേട്ട് അച്യുതൻ നായർക്ക് വല്ലാത്ത വിഷമം വന്ന് ആനയുടെ നടയിൽ തോട്ടിയും വടിയും വെച്ച് നമ്മുടെ കേശവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഉറക്കനെ അങ്ങ് കരയാൻ തുടങ്ങി. അങ്ങനെ അച്യുതൻ നായർ കേശവനോട് പറയാണ്, നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, നല്ല കുട്ടിയായിരിക്കണം, തീറ്റയും വെള്ളവും ഒക്കെ എടുക്കണം, കുറുമ്പ് കാട്ടരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കരയാൻ തുടങ്ങി. ഇത് കേട്ട് അച്യുതൻ നായർ കരയുന്നതിലും കൂടുതൽ അവിടെ കണ്ടു നിന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് കേശവനും കരയാൻ തുടങ്ങി. കേശവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരിങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട് ഈ മാനേജറും ഭക്തരും ഒക്കെ സ്തംഭിച്ചു പോയി. അങ്ങനെ ഈ നടപടികളൊക്കെ, അതായത് അച്യുതൻ നായരെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ നടപടികളൊക്കെ മാനേജർ നിർത്തിവെക്കുകയും കേശവൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കേശവൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഒരു പൂന്തൂവൽ കൂടിയായി. കുട്ടിയായിരുന്ന ഗുരു നാരായണസ്വാമി ഇതിന് ദൃക്സാക്ഷിയായിരുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ.